ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണ് കേരള റോഡ് ടാക്സ് അടക്കാവുന്ന എങ്ങനെയാണെന്നാണ്. അതിലാദ്യം ഗൂഗിളിൽ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഓൺലൈൻ സർവീസിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ കേരളം സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് കാണാം. നമ്പർ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. അതിൽ KL മൈനസോ ഹാഷോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്നും കൊടുക്കണ്ട. KL 14R എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്താൽ മതി. കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അതിൽ പേ യുവർ ടാക്സ് എന്ന് വരും. അതിൽ നമ്മുടെ ചേസിംഗ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഏറ്റവും മുകളിൽ ടാക്സ് ഡീറ്റെയിൽസിൽ നമ്മൾ എന്ന് മുതൽ എന്ന് വരെ അടച്ചിട്ടുണ്ട്, എത്രയാണ് അടച്ചിട്ടെന്ന് കാണിക്കുന്നുണ്ട്. അതിൽ താഴേക്ക് വന്നാൽ എവി ടാക്സിൻ്റെ അടുത്ത് ടാക്സ് മോഡ് സെലക്ട് ചെയ്യാനുണ്ടാവും. അതിൽ എത്രയാണ് വരുന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് കൊടുക്കുക. 15 വർഷം കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ ഗ്രീൻ ടാക്സ് നിർബന്ധമായിട്ട് അടക്കണം, അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ എത്രയാണ് പേയബിൾ എമൗണ്ട് എന്ന് കാണിക്കും. ആ പേയബിൾ എമൗണ്ട് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കാർഡോ UPI നെറ്റ് ബാങ്കിങ് വെച്ച് അടച്ച് PDF ഡൗൺലോഡ് ആയിട്ട് വരും. അത് കളയാതെ അത് സേവ് ചെയ്ത് വെക്കുക. അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. എല്ലാവർക്കും ഈ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.